ബാംഗ്ലൂർ ഹോസ്പിറ്റലിന്റെ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ശ്രീമംഗലത്ത് തിരികെ എത്തി. അവിടുത്തെ ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തം സഞ്ജയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ അവൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. അവന്റെ കഴിവ് എല്ലാവർക്കും വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതിൽ ആർക്കും ഒരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ദേവനോ ശ്രീയോ നേരിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതിയല്ലോ, ബാക്കി കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് തന്നെ കൈകാര്യം ചെയ്യാം എന്ന് എല്ലാവരും കൂടെ തീരുമാനിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു പോയി. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. നമ്മുടെ പിള്ളേരെല്ലാം കോളേജ് ഗ്രൗണ്ടിൽ കൂടിയിരുന്ന് കാര്യമായി എന്തോ ചർച്ചയിലാണ്. എന്റെ മിച്ചു, നീ ഒന്ന് സമ്മതിക്ക് പെണ്ണേ, നമ്മുടെ ആദ്യത്തെ കോളേജ് ഡേ അല്ലേ? അത് മാത്രമല്ല നമ്മുടെ കോളേജിന്റെ സപ്തതി, അപ്പൊ അത് ആഘോഷമാക്കണ്ടേ? പിന്നല്ല മിച്ചു, സമ്മതിക്കുമോത്തെ, നിന്റെ കുട്ടുവാടി പറയുന്നേ കത്തി താഴെ ഇടടാ. കുട്ടു തിലകൻ സ്റ്റൈലിൽ പറഞ്ഞു. ഡയലോഗ് മാറിപ്പോയടെ, മാറ്റിപ്പിടി. ശരിയാണല്ലോ, ചോറി ആ ഫ്ലോയിൽ അങ്ങ് വന്നു പോയതാ. ഈ ചെക്കൻ കുറെ നാളായടാ ഞാൻ പെർഫോം ചെയ്തിട്ട്, 3 വർഷത്തിന് മേലെ. അതിന്റെ ഒരു ഇത് അല്ലാണ്ട് വേറൊന്നുമല്ല. അതാണോ കാര്യം? ഞങ്ങളൊക്കെ ഇല്ലേ മോളെ സപ്പോർട്ടിന്? ഞങ്ങളേതായാലും നിന്റെ പേര് കൊടുക്കാൻ പോവാ. നീ പെർഫോം ചെയ്യുന്നു, ഇത് 1 തരം 2 തരം 3 തരം. എല്ലാവരും കൈയടിച്ച് പാസ്സാക്കിയേ. പിള്ളേര് കൈയടിച്ച് അവരുടെ തീരുമാനം പാസ്സാക്കി. മിച്ചു ദയനീയതോടെ എല്ലാവരെയും നോക്കി. വേണോ? വേണം. ശരി. അവസാനം കയ്യിൽ നിന്ന് പോയി നാത്തെ കേസായിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ. അത് ഞങ്ങളങ്ങ് സഹിച്ചു. നീ ധൈര്യമായി ഇരിക്കും മുത്തേ. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ക്ലാസ്സിലെ ജോജി അങ്ങോട്ട് ഓടി വരുന്നത്. നിങ്ങൾ അറിഞ്ഞു? എന്ത്? അത് അവൻ നിന്ന് കിതയ്ക്കുവാണ്. എന്റെടാ, നീ ആദ്യം ഒന്ന് ശ്വാസം വിട്, എന്നിട്ട് കാര്യം പറ. അവളില്ലേ ഹൃദയ? എന്റെ അള്ളോ, അവള് മയ്യത്തായ. എന്തടി, നിനക്ക് സഹിച്ചില്ലേ? അതല്ലടി അമ്മക്കേ, അവൾക്കിട്ട് പണി കൊടുത്ത് നമുക്ക് മതിയായില്ല. ഒന്ന് നിർത്തടി. ഇതാരും ചത്തതും കൊന്നതൊന്നും അല്ല. ഛേ, ഈ സമയത്തിനുള്ളിൽ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നോ. അവിടെ 16 ഇഡലി സാമ്പാർ, ഹോ എല്ലാം പോച്ച്. മിണ്ടാണ്ടിരുന്നില്ല നിന്റെ അണ്ണക്ക് ഞാൻ മുള്ളും പന്നി. വായിച്ചു അപ്പൊ തന്നെ വായിക്ക് സിപ്പിട്ടു. നീ കാര്യം പറയടാ. ഡാ, അവളുടെ കല്യാണമാണ് നാളെ. ഏതോ അമ്പലത്തിൽ വെച്ച താലികെട്ട്. വൈകിട്ട് ടൗൺ ഹാളിൽ റിസപ്ഷൻ ഉണ്ട്. അമ്പടി ജിൻചിനാക്കടി. ആരാടാ ആ ഹതഭാഗ്യൻ? വേറെ ആര്? അവളുടെ ജാരൻ തന്നെ, രാഹുൽ. അവൻ അപ്പൊ ജാരനാണല്ലേ? അവന്റെ പ്രകടനം കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി അവൻ പാകിസ്ഥാൻകാരനായിരിക്കുമെന്ന്. ഇനി അവന്റെ ബന്ധുക്കളാണെന്ന് പറഞ്ഞ് നമ്മളെ വെടിവെച്ച് കൊല്ലുവോടെ? എന്തിന്? ഇവനല്ലേ പറഞ്ഞ അവൻ ജാരനാണെന്ന്? നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുത്ത വെടിവെച്ച് കൊല്ലൂലേ? അമേരിക്കയിലൊക്കെ അങ്ങനെ. അവളുടെ പറച്ചു കേട്ട് എല്ലാവരും തലയ്ക്ക് കൈവച്ചു പോയി. എടി പൊട്ടി, നീ ഉദ്ദേശിച്ച ചാരൻ, ഇത് ജാരൻ. ജാരൻ എന്ന് പറഞ്ഞ ഒളിച്ചു പോയി ഡിങ്കോൾഫ് ചെയ്യുന്ന ആൾ, മനസ്സിലായോ? ഓ അങ്ങനെ പണാ. ഇപ്പോഴല്ലേ റൂട്ട് മനസ്സിലായോ? അല്ലടാ, നിന്നോട് ഇത് ആരാ പറഞ്ഞു? എന്റെ ചേട്ടൻ അവിടെ ക്ലാസ്സിലാണ്. ചേട്ടൻ വഴി അറിഞ്ഞ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, ബാക്കിയുള്ളടത്ത് കൂടി ന്യൂസ് എത്തിക്കാനുണ്ട്. എന്തൊരു ശുഷ്കാന്തി. ചെല്ല്. അവരെ നോക്കി നല്ലൊരു കിളിയും പാസാക്കി ജോജി അടുത്ത സ്ഥലത്തേക്ക് ഓടി. അപ്പൊ എങ്ങനെ മക്കളെ കാര്യങ്ങൾ? പോകുമല്ലേ? പിന്നല്ലാണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചിക്കും ചേട്ടനും അല്ലേ? അവർക്കൊരു ജീവിതം കിട്ടുമ്പോ നമ്മൾ അവിടെ ഉണ്ടാകണമല്ലോ. ഒന്നുമില്ലല്ലോ നമ്മൾ കാരണമല്ലേ അവർക്കൊരു ജീവിതമായി. അവിടെ പോവുകയും വേണം, നല്ലൊരു സമ്മാനം കൊടുക്കുകയും വേണം. അതന്നെ, നമ്മൾ പോകുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, തിരിച്ചു പോരുന്നു. വിളിക്കാത്ത കല്യാണത്തിന് പോകുന്ന നാണക്കേടാവോ? അതിന് നമ്മൾ ഫുഡ് അടിക്കാൻ നിൽക്കണ്ടെന്നേ. നമ്മുടെ കയ്യിലെ ക്യാഷ് മുടക്കി ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നു. അത് നമ്മുടെ മനസ്സിന്റെ വിശാലത അല്ലേ എന്റെ ഫൗമിക്കൊച്ചേ? അത് ശരിയാണല്ലോ. അപ്പൊ പോവാല്ലേ? പിന്നല്ല, എല്ലാവർക്കും കൂടെ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ മതിയോ? അതോ ഓരോരുത്തരും ഓരോന്ന് കൊടുക്കണോ? പിന്നെ ഓരോരോ ഗിഫ്റ്റ് കൊടുക്കാൻ അവൾ ആരാടാ പട്ടി? നിന്റെ അമ്മാവന്റെ മോളോ? ഒരു ഗിഫ്റ്റ് അത് മതി. പക്ഷെ അതൊരു 1.5 ഗിഫ്റ്റ് ആയിരിക്കണം. അത്രേ ഉള്ളൂ. എന്റെ മനസ്സിലൊരു ഐറ്റം ഉണ്ട്. എന്താടാ? ഇങ്ങ് വാ, പറയാം. എല്ലാവരും അവന്റെ അടുത്തേക്ക് ചെന്നു. അവ അവരുടെ ഗിഫ്റ്റിന്റെ പേര് വെളിപ്പെടുത്തി. എല്ലാവരുടെയും മുഖം വിടർന്നു. പൊളി സാധനം. അപ്പൊ ഫിക്സ്. അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് പിള്ളേര് ക്ലാസ്സിലേക്ക് പോയി. പതിവ് പോലെ ആ ദിവസവും കഴിഞ്ഞു പോയി. പിറ്റേന്ന് വൈകുന്നേരം പിള്ളേരൊക്കെ റിസപ്ഷന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ഫ്രണ്ടിന്റെ ചേച്ചിയുടെ റിസപ്ഷൻ എന്ന് പറഞ്ഞ നമ്മുടെ ത്രിമൂർത്തികൾ വീട്ടിൽ നിന്ന് ചാടുന്നത്. ഒരു 5 മണിയുടെ 3 റെഡിയെ താഴേക്ക് വന്നു. മിച്ചു ഒരു ആഷ് ലോങ് സ്കേർട്ടും പിങ്ക് നൈറ്റിന്റെ ക്രോപ്പ് ടോപ്പുമാണ് വേഷം. ഒരു സൈഡിലേക്ക് മുടി ഫിഷ് ടൈൽ കെട്ടിയിട്ടിട്ടുണ്ട്. കണ്ണ് കടുപ്പിച്ചെഴുതി നെറ്റിയിൽ ഒരു കുഞ്ഞു കല്ലിന്റെ പൊട്ടും. തൊട്ട് പിങ്ക് ലോങ് സ്കർട്ടും റോയൽ ബ്ലൂ ക്രോപ്പ് ടോപ്പും. മിച്ചുവിനെ പോലെ തന്നെയാണ് അവളും ഒരുങ്ങിയിരിക്കുന്നത്. ഒരമ്മ പെറ്റ അളിയമ്മ. കുട്ടി ജീൻസും ഷർട്ടും. മുടിയൊക്കെ പറപ്പിച്ച് താടിയൊക്കെ ഡ്രിം ചെയ്ത് നല്ല സ്റ്റൈലായിട്ടുണ്ട് ചിക്കൻ. അങ്ങനെ 3 കൂടെ എല്ലാവരോടും പറഞ്ഞു പോകാനിറങ്ങി. അവരുടെ മയിൽവാഹനത്തിലാണ് യാത്ര. കുട്ടു വണ്ടി പറപ്പിച്ചു വിട്ടു. കോളേജ് ജംഗ്ഷനിൽ എത്തിയപ്പോ അവിടെ അജുവും വൈശുവും ഭൗമിയും നിൽപ്പുണ്ടായിരുന്നു. അജുവിന്റെ കയ്യിൽ വലിയൊരു ഗിഫ്റ്റ് ബോക്സും ഉണ്ട്. വൈശുവും ഭൗമി സ്കേർട്ടും ടോപ്പും തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അജു കുട്ടുവിനെ പോലെ ജീൻസും ഷർട്ടും. അവരെയും കയറ്റി മയിൽവാഹനം ടൗൺ ഹാൾ ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്ത് അവർ 6 പേരും അകത്തേക്ക് പോയി. അത്യാവശ്യം വലിയൊരു റിസപ്ഷൻ തന്നെയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്.
സ്റ്റേജൊക്കെ നന്നായി അലങ്കരിച്ചിരുന്നു. സ്റ്റേജിന്റെ നടുക്ക് രാഹുൽ ഹൃദയ നിൽപ്പുണ്ട്. ഒരു റെഡ് സാരിയാണ് ഹൃദയയുടെ വേഷം. രാഹുൽ അതിന് മാച്ചായ ഒരു ഷർവാണി. രണ്ടിന്റെയും മുഖത്തും യാതൊരുവിധ ജാള്യതയും ഇല്ല. നവദമ്പതികളായി വിലസുവാണ്. എന്തൊക്കെ ആയാലും എന്നെ ആഡംബരത്തിനൊരു കുറവുമില്ല. രണ്ടിന്റെയും മുഖത്തോട്ടൊന്ന് നോക്കിയേ, ലേശ ഉളുപ്പ് എവിടെന്ന്. ജാസ്തിയാലുള്ളത് തൂത്താ പോവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. വാ, നമുക്കങ്ങോട്ട് ചെല്ലാം. അവർ സ്റ്റേജ് ലക്ഷ്യമാക്കി നടന്നു. അവർ സ്റ്റേജിലെത്തിയപ്പോഴാണ് രാഹുൽ ഹൃദയ അവരെ കാണുന്നത്. അവരെ കണ്ട് രണ്ടിന്റെയും മുഖം വല്ലാണ്ടായി. അവർ പരസ്പരം ഒന്ന് നോക്കി. നമ്മുടെ പിള്ളേർ ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു. ഹാപ്പി മാരീഡ് ലൈഫ് മൈ ഡിയർ സേട്ടാ. അതും പറഞ്ഞു കുട്ടി രാഹുലിനെ കെട്ടിപ്പിടിച്ച് അവന്റെ സന്തോഷം അറിയിച്ചു. അതൊരൊന്നര പിടിയായിരുന്നു കേട്ടോ. സ്മരണ വേണം കേട്ടോ. അന്ന് ഞങ്ങൾ ആ സിനിമ റിലീസ് ചെയ്തോണ്ടല്ലേ എല്ലാരും എല്ലാം അറിഞ്ഞത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയത്. അതൊക്കെ ഞങ്ങൾ ചെയ്യാൻ കാരണം എന്താ? സ്നേഹം, വെറും സ്നേഹം. രാഹുൽ ഹൃദയം നമ്മുടെ പിള്ളേരെ കലിപ്പിച്ചൊന്ന് നോക്കി. വന്ന കാലി നിൽക്കാതെ ആ ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുക്കേണ്ട അജുവേ. അയ്യോ സോറി, ഞാൻ അത് മറന്നു. എന്നാ കയ്യോടെ പിടിച്ചു. അജു ആ ഗിഫ്റ്റ് രാഹുലിന്റെ ഹൃദയയുടെ കയ്യിലായി വെച്ചു കൊടുത്തു. പിടിച്ചേൽപ്പിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒന്ന് തുറന്നു നോക്കണ്ടേ ചേട്ടാ. ഞങ്ങൾ പിന്നെ നോക്കിക്കൊള്ളാം. ചെക്കന് ബുദ്ധിയുണ്ട്, അവന് പണി മണത്തും. അങ്ങനെ പറയല്ലേ പ്ലീസ്. അപ്പൊ അവിടെ നിന്നൊരു ക്യാമറാമാൻ രാഹുലിനോടായി പറഞ്ഞു, തുറക്ക് രാഹുൽ. എന്നിട്ട് ആ ഗിഫ്റ്റ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പിടിച്ച് ഇവിടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം. അതന്നെ, ചേട്ടന് ബുദ്ധിയുണ്ട്. ചുറ്റുമുള്ളവരൊക്കെ ഗിഫ്റ്റ് തുറക്കാൻ പറഞ്ഞ് അവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം നിവർത്തിയില്ലാതെ വന്നപ്പോ അവര് ഗിഫ്റ്റ് തുറക്കാൻ തയ്യാറായി. ചുറ്റും നിന്നവരൊക്കെ അവരുടെ അടുത്തേക്ക് വന്നു. അത്യാവശ്യം വലിയൊരു പെട്ടിയായോണ്ട് രാഹുൽ അത് അടുത്തുണ്ടായിരുന്ന മേശയിലേക്ക് വെച്ചു. അവൻ പെട്ടി തുറക്കാൻ തുടങ്ങി. ആദ്യത്തെ കവർ മാറ്റി, അതിനകത്തൊരു പെട്ടി. പിന്നെയും മാറ്റി, അതിനകത്ത് പിന്നെയും ഒരു പെട്ടി. അങ്ങനെ ഒരു 6 പെട്ടി പൊളിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് തടി കൊണ്ടുള്ള ഒരു ബോക്സ് കിട്ടി. രാഹുൽ അത് പുറത്തെടുത്തു. അതിനകത്ത് എന്താണെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കി നിന്നു. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, കണ്ണടച്ചുകൊണ്ട് തുറക്ക് പെട്ടി. സർപ്രൈസ്. എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് രാഹുലിനെ എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല. അവൻ കണ്ണടച്ച് പെട്ടി തുറന്നു. അതിനുള്ളിലെ സാധനം എടുത്തു പൊക്കി പിടിച്ചു. എല്ലാവരും ചിരിക്കുന്ന സൗണ്ട് കേട്ടാണ് അവൻ കണ്ണു തുറന്നു നോക്കുന്നത്. അവൻ നോക്കുമ്പോൾ ഹൃദയം വിളറി വെളുത്തു നിൽക്കുന്നു. ചുറ്റും കൂടി നിൽക്കുന്നവർ അവരെ കളിയാക്കി ചിരിക്കുന്നു. ഇതിനോടകം തന്നെ അവരുടെ കഥകളൊക്കെ നാട്ടിപ്പാട്ടായിരുന്നു. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ. രാഹുൽ തന്നെ കയ്യിലിരിക്കുന്ന സാധനത്തിലേക്കൊന്ന് നോക്കി. അത് കണ്ട് അവന്റെ മുഖം വരിഞ്ഞു മുറുകി. ചേട്ടന് മനസ്സിലായില്ലേ, ഇതാണ് കോണ്ടം. നിങ്ങളുടെ ബ്രാൻഡും ഫ്ലേവറും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റ് തരുമെന്ന് ആലോചിച്ച് നോക്കിയപ്പോ ആദ്യം മനസ്സിൽ തെളിഞ്ഞത് ഇതാണ്. ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഉപകാരമുള്ള എന്തെങ്കിലും വേണ്ടി കൊടുക്കാൻ. നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഇതാണല്ലോ. അങ്ങനെ ഇത് തന്നെ വാങ്ങി. എല്ലാവരും രാഹുലിനെ ഹൃദയം പരിഹസിക്കാൻ തുടങ്ങി. അവരുടെ കോളേജിലെ കഥകൾ അവിടെ സംസാര വിഷയമായി. രാഹുലിന്റെ ഹൃദയം നാണം കെട്ട് തല താഴ്ത്തി നിന്നു. അപ്പോഴാണ് രാഹുലിന്റെ അച്ഛൻ അങ്ങോട്ട് വന്നത്. എന്താ ഇവിടെ പ്രശ്നം? അയ്യോ, പ്രശ്നമൊന്നുമില്ല എന്റെ അങ്കിൾ. ചേട്ടന് ഞങ്ങൾ പുതിയൊരു ബിസിനസ് ഐഡിയ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്കിൾ, ദേ ഈ സാധനത്തിന്റെ ഒരു ബിസിനസ് തുടങ്ങണം കേട്ടോ. രാഹുലിന്റെ കയ്യിലെ സാധനം കാണിച്ച് അജു പറഞ്ഞു. മോനും മരുമോളും മാത്രം മതി കച്ചവടം കൂടാൻ. പിന്നെ അങ്കിൾ ആരാ? കോൺ കരേക്ക കരോട്പതി, കോടീശ്വരൻ. ഡാ അലറണ്ട, അവൻ പറഞ്ഞൊരു സത്യം മാത്രം. നിങ്ങൾ ഇത്ര വിശാല മനസ്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓടിത്തീർന്ന വണ്ടിയാണോ മകന് വാങ്ങി കൊടുക്കുന്നത്? പാവൻ ചെക്ക്, കഷ്ടായിപ്പോയി. ചുറ്റും കൂടി നിന്നവർ ചിരിക്കാൻ തുടങ്ങി. എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. അക്കായെ പൊന്നുപോലെ നോക്കിക്കോണേ അണ്ണാ. അതും പറഞ്ഞ് അവരെ നോക്കി ഒന്ന് പുച്ഛിച്ച് ചിരിച്ച് അവർ തിരിഞ്ഞു നടന്നു. സ്ലോ മോഷനിൽ നടക്കണേ, ഗ്ലാസും വെച്ചോ. ഓക്കെ. 6 പേരും കയ്യിലിരുന്ന കൂളിംഗ് ഗ്ലാസും ഒരു സ്റ്റൈലിൽ കറക്കി വെച്ച് സ്ലോ മോഷനിൽ ഒരേ നിരയിൽ നടന്നു. അവർ ഹാളിന് വെളിയിലെത്തി. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ. അവന്റെ അവളുടെ ചമ്മി നാറിയ ഒരു ഫോട്ടോ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഛേ, അതിനല്ലേ മുത്തേ ചേച്ചി ഇവിടെ ഉള്ളേ. നിങ്ങൾ ഷോ നടത്തിയപ്പോ നമ്മൾ അവിടെ ക്യാമറമാനോ കളിച്ചു വരുമായിരുന്നു. നീ ഞങ്ങളുടെ മുത്താടി. ഒത്തിരി ലേറ്റ് ആയില്ലേ, നമുക്ക് തറവാട്ടിലോട്ട് പോവാം. ഇന്ന് അവിടെ കൂടാം. അത് അത്രേ ഉള്ളൂ. നിങ്ങൾ ഹോസ്റ്റലിൽ ഒന്ന് വിളിച്ചു പറഞ്ഞേക്കോട്ടോ. ശരിടാ, ഞാൻ വിളിച്ചു പറയട്ടെ. ഹാളിലെ ബഹളം കാരണം നമ്മുടെ പിള്ളേർ തിരക്കില്ലാത്തടം നോക്കി കുറച്ചങ്ങോട്ട് മാറി നിന്നു. വൈശു ഫോൺ വിളിക്കുമായിരുന്നു. ബാക്കിയുള്ളവർ ഓരോ കഥയൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അപ്പോഴാണ് വൈശു വന്ന് മിച്ചുവിനെ തട്ടി വിളിക്കുന്നു. എന്താടി, ദേ അങ്ങോട്ട് നോക്കിക്കേ. എല്ലാവരും വൈശു വിതച്ചുവിന്റെ അടുത്തേക്ക് നോക്കി. ലിഞ്ചു, ഇവളെന്താ ഇവിടെ? ഇവർ തമ്മിൽ എന്താ ബന്ധം? കയ്യിൽ ഗിഫ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ റിസപ്ഷന് വന്നത് തന്നെ. എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ. എടി, അവിടെ വേസ്റ്റ് കുഴിയാടി, അതിന്റെ നാറ്റ. മിച്ചു ഫൗമിയെ ഒന്ന് ദയനീയമായി നോക്കി. ഇനി മിണ്ടല്, ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ഫൗമിക്ക് മിച്ചു ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അവൾ എല്ലാവരും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. കുട്ടിക്ക് ബുദ്ധിക്ക് ലേശം കുറവുണ്ടേ. എന്തോ വശപ്പിച്ച കൊണ്ട് ഇവര് നമ്മുടെ ശത്രുക്കളാണെന്ന് ഇവൾക്ക് നന്നായി അറിയാം. അപ്പൊ ഇവൾ ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്കിട്ടുള്ള പണിയാ. അതെ, കണ്ടുപിടിക്കണം. തെളിവോടെ വേണം പൊക്കാൻ. അതുവരെ ഇത് നമുക്കിടയിൽ തന്നെ നിൽക്കട്ടെ. നമ്മളിതറിഞ്ഞ ഭാവം നടിക്കണ്ട. വാ പോവാം. വന്നത് ഏതായാലും വെറുതെ ആയില്ല. മിച്ചു അതും പറഞ്ഞ് മുൻപേ നടന്നു. അവർക്ക് തൊട്ടു പിറകിൽ ബാക്കിയുള്ളവരും. അവർ
അവർ മയിൽവാഹനത്തെ ശ്രീമംഗലത്തേക്ക് തിരിച്ചു. തറവാട്ടിലെത്തി പിള്ളേർ മുകളിലോട്ട് പോകുമ്പോഴാണ് പുറകെ നിന്നൊരു അശരീരി. എന്റെ മക്കളൊന്നവിടെ നിന്നേ. നമ്മുടെ പിള്ളേർ ഫ്രീസായി നിന്നു. അറിഞ്ഞോ? പതിഞ്ഞ സ്വരത്തിൽ കുട്ടു നമ്മുടെ പിള്ളേർ സെറ്റിനോട് ചോദിച്ചു. അറിഞ്ഞോന്നാ തോന്നുന്നേ. അപ്പൊ ഇനി രക്ഷയില്ല. കുറ്റ ഏറ്റു പറഞ്ഞ് മാപ്പ് സാക്ഷിയാകാം. അവിടെ നിന്ന് പെറുപിറുക്കാതെ എല്ലാം ഇവിടെ വന്ന് നിന്നേ. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഹാളിലേക്ക് വന്നു. നമ്മുടെ പിള്ളേർ എല്ലാവരുടെയും നടുക്കായി വന്ന് നിന്നു. ഇന്ന് ആരുടെ ആയിരുന്നു റിസപ്ഷൻ? ഓ, ഒന്നും അറിയാത്ത പോലെ കൊച്ചു കള്ളൻ. ചോദിച്ചതിന് ഉത്തരം പറയടാ. കലിപ്പാണ് സാറേ ഇവരുടെ മേ. അത് ഞങ്ങൾ രാഹുലിന്റെ ഹൃദയയുടെ റിസപ്ഷന് പോയതാ. ഞങ്ങൾ കാണുമല്ലേ അവർക്കൊരു ജീവിതം കിട്ടി. അപ്പൊ ഒന്ന് കണ്ട് അനുഗ്രഹിക്കണമെന്ന് തോന്നി. അല്ലെങ്കിലും വൈരാഗ്യം മനസ്സ് വെച്ചോണ്ടിരിക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ വലിയച്ച. പാവങ്ങൾ ജീവിക്കട്ടെ, അവർക്ക് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കും. കൂട്ടു നിഷ്കു ലുക്കൊക്കെ ഇട്ട് പറഞ്ഞു. ഇവൻ പുലിയാണ് കേട്ടാ. ആജി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. മിണ്ടാണ്ടിരിക്കട പാട്ടി. ഓ, ഇത്രയ്ക്കങ്ങ് നന്നാകല്ലേ, താങ്ങൂല. ഇതാണോടോ നിന്റെയൊക്കെ അനുഗ്രഹിക്കുക? ദേവൻ കയ്യിലിരുന്ന ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് എല്ലാവരെയും കാണിച്ചു. അത് കണ്ട് എല്ലാവരും നമ്മുടെ പിള്ളേരെ കലിപ്പിച്ചൊന്ന് നോക്കി. അവിടെ അത് വല്ലോ ഏക്കുമോ? ആരും ഒരു കൂസലും ഇല്ലാണ്ട് കിളിച്ചോണ്ട് നിൽപ്പുണ്ട്. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. ഏട്ടൻ ഇത് എങ്ങനെ കിട്ടി? നമ്മുടെ രാമദാസ് പോയിട്ടുണ്ടായിരുന്നു റിസപ്ഷന്. അയാളാണ് എനിക്കിത് അയച്ചു തന്നത്. ഇതങ്ങളെ കൊണ്ട് തോറ്റല്ലോ. ഇനി അടുത്തടി ഇതിന്റെ പേരിലായിരിക്കും. രോനാമത് കരോ മാം, രോനാമത് കരോ. നിർത്തടി. നിന്റെ അപ്പ ആരടി, ബംഗാളിയോ? ഭദ്രേ. എല്ലാവരും ഇത് കണ്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. സോറി ഏട്ടാ, ആ ഒരു ഇതിനങ്ങ് വന്നു പോയതാ. ക്ഷമിച്ചിരിക്കുന്നു. ഈ പ്രശ്നം ഇവിടെ വിട്ടേക്കണം കേട്ടോ. ഇനി നിങ്ങളായി ഒന്നിനും പോകരുത്. 6 പേരും കേട്ടല്ലോ. ശരി മുത്തു, ഇന്നത്തോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അപ്പോഴാണ് ലിഞ്ച് ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് പിള്ളേർ കാണുന്നത്. ചേച്ചി ഇതെവിടെ പോയി? അപ്പോഴാണ് എല്ലാവരും പുറത്തേക്ക് നോക്കുന്നത്. ലിഞ്ചു ഒന്നും ഞെട്ടി. അവൾ തിരിഞ്ഞു നോക്കിയില്ല. എല്ലാവരും ഉമ്മറത്തേക്ക് ഇറങ്ങുന്നു. ഒറ്റയ്ക്ക് എവിടെ പോയി, അതും ഈ സമയത്ത്? അത് ഞാനൊരു സിനിമയ്ക്ക് പോയതാ. ഇങ്ങനെ ഉടുത്തൊരുങ്ങിയാണോ സിനിമയ്ക്ക് പോണേ? കൊള്ളാലോ. എന്താടാ കുട്ടു, ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്നവരെയൊന്നും നിനക്ക് ഇഷ്ടമല്ലേ? ലിഞ്ചു നിന്ന് പരുങ്ങുമായിരുന്നു. അവൾ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവളുടെ മാറ്റം ശ്രദ്ധിച്ചു. ചേട്ടന്മാർ 4 പരസ്പരം ഒന്ന് നോക്കി. നിന്ന് വിയർക്കണ്ട് ചെന്ന് റെസ്റ്റ് എടുക്ക്. സിനിമ കണ്ട് ക്ഷീണിച്ചതല്ലേ, ചെല്ല്. ലിഞ്ചു വേഗം അവിടെ നിന്നും പോയി. മുതിർന്നവരെല്ലാം അകത്തേക്കും കയറി. പിള്ളേർ അകത്തേക്ക് കയറാൻ പോയപ്പോഴാണ് ചേട്ടന്മാരുടെ വിളി വന്നത്. ഒന്നവിടെ നിന്നേ. എന്തേ വിളിച്ചില്ല എന്ന് ഓർത്തതേ ഉള്ളൂ ഇപ്പോ. എന്നാ കാര്യം പറ. എന്തായിരുന്നു ലിഞ്ചുമായിട്ട് പതിവില്ലാത്തൊരു അന്വേഷണമൊക്കെ? പതുങ്ങി പോകുന്ന കണ്ടപ്പോ വിളിച്ചതേ ഉള്ളൂ. എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ തോന്നി. അത്രേ ഉള്ളോ? പിന്നല്ലാണ്ട് കിട്ടിയ ചാൻസ് മുതലാക്കി. അത്രേ ഉള്ളൂ. ചെല്ല്. പിള്ളേർ നിമിഷ നേരം കൊണ്ട് സ്ഥലം കാലിയാക്കി. മുകളിൽ പോയി ഫ്രഷ് ആയി പിള്ളേരെല്ലാം താഴേക്ക് വന്നു. അപ്പോഴേക്കും ബാക്കിയുള്ളവർ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പിള്ളേരും വന്ന് അവരുടെ കൂടെ ഇരുന്നു. അമ്മമാർ അത്താഴം വിളമ്പാൻ തുടങ്ങി. അപ്പോഴാണ് വൈശുവിനെ ഒളി കണ്ടിട്ട് നോക്കുന്ന നന്ദുവിനെ മെച്ച് കാണുന്നത്. അവൾ അത് കുട്ടുവിനെ, ടുട്ടുവിനെ, അജുവിനെയും ഭൗമിയും വിളിച്ചു കാണിച്ചു. പിള്ളേരുടെ മുഖത്ത് ഒരു കുസൃതിച്ചിരി വിരിഞ്ഞു. വൈശുവേ, എന്നാടി അവര് നിന്നെ കാണാൻ വരുന്നത്? മിച്ചുവിന്റെ ചോദ്യം കേട്ട് വൈശു മിച്ചുവിനെ ഒന്ന് നോക്കി. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഭൗമി ചാടിക്കേറി ഉത്തരം പറഞ്ഞു. അടുത്ത സൺഡേ അടി. ഇവർ എന്താ പറയുന്നതെന്ന് മനസ്സിലാകാതെ ശ്രീമംഗലത്തെ അന്തേവാസികളെല്ലാം നമ്മുടെ പിള്ളേര് സംശയ രൂപേണ ഒന്ന് നോക്കി. അവളെ ആര് കാണാൻ വരുന്നു? വല്ല പെണ്ണ് കാണലോ ആണോ? അതന്നെ, ചെക്ക UK-യിലാണ്, എഞ്ചിനീയർ. ഇവളുടെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനാണ് കക്ഷി. ലീവിന് വരുന്നുണ്ട്. അപ്പൊ ഒരു പെണ്ണ് കാണാൻ. ഏകദേശം എല്ലാം ഉറപ്പിച്ച മട്ട അല്ലേടി? അവൻ പറയുന്ന കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് നമ്മുടെ വൈശു. കൊച്ചിന്റെ കിളികൾ എങ്ങോട്ടൊക്കെയോ പറന്നുപോയി. നന്ദുവിന്റെ വായിൽ വെച്ച ഉരുള തിരികെ പ്ലേറ്റിൽ വീണു. ഇതൊക്കെ കണ്ട് ചിരി കടിച്ചു പിടിച്ചിരിക്കുവാണ് നമ്മുടെ പിള്ളേർ. വൈശുവിന്റെ റെസ്പോൺസ് ഒന്നും ഇല്ലാതെ വന്നപ്പോൾ ടുട്ടു അവളുടെ കാലിട്ട് ഒറ്റ ചവിട്ട് കൊടുത്തു. ആ, എന്തൊരു നാണാണ് പെണ്ണിന്. നീ മൂളൊന്നും വേണ്ട, കൊച്ചു കള്ളി. നമ്മുടെ പിള്ളേർ ഏറെ കണ്ടിട്ട് നന്ദുവിനെ ഒന്ന് നോക്കി. ചെക്കന്റെ മുഖമൊക്കെ ചുവന്ന് തുടുത്തിട്ടുണ്ട്. ദേഷ്യം കൊണ്ടാന്ന് മാത്രം. നമ്മുടെ ചേട്ടന്മാരും വല്ലാണ്ടിരിക്കുവായിരുന്നു. എന്തു പറ്റി നന്ദുവേട്ടാ? കറിക്ക് എരിവുണ്ടോ? ആ, കുറച്ച്. ആ, അപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയേ? വൈശുവിന്റെ പെണ്ണ് കാണാൻ. ആ, പുള്ളിക്ക് ഇവളെ പണ്ടേ ഇഷ്ടായിരുന്നു. ഇവൾ പിടികൊടുക്കാതെ നടന്നതാ. അയാൾക്ക് ഇപ്പോഴാണ് കല്യാണ സമയം. അത് കഴിഞ്ഞ 30 കഴിയും പോലും. അത്രയും നാൾ ഇവളെ പിടിഞ്ഞിരിക്കാൻ വയ്യാന്ന്. അത്രയ്ക്ക് ചങ്കിക്കൊണ്ട പ്രേമാണ് അങ്ങേർക്ക്. ഭാഗ്യവതി. വൈശു കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു. അതിരി തള്ളല്ലേ തള്ളുന്നേ. നന്ദുവാണ് ഇപ്പൊ പൊട്ടിത്തെറിക്കുന്ന ഭാവത്തിൽ വൈശുവിനെ നോക്കിയിരിക്കുന്നു. നമ്മളെ സ്നേഹിക്കുന്ന ആളെ കിട്ട ഒരു യോഗമൊക്കെ വേണം മോളെ. അതെ, അങ്ങയുടെ കണ്ണിലുണ്ണിയാണ് ഇവള്. മോളെന്നേ വിളിക്കും. പെട്ടെന്ന് നന്ദു ചാടി എണീറ്റ് കൈ കഴുകാൻ പോയി. എന്താ നന്ദൂട്ടാ, ഒന്നും കഴിച്ചില്ലല്ലോ? മതി ചെറിയമ്മേ, അത്യാവശ്യമായി ഒരു കോൾ ചെയ്യാനുണ്ട്. ഇപ്പോഴാ ഓർത്തെ. അത് കഴിച്ചിട്ട് വിളിക്കാലോ. ഇവിടെ ഇരുന്ന് കഴിക്കച്ചേക്കാം. എനിക്ക് വിശപ്പില്ലാത്തോണ്ടാ. അതും പറഞ്ഞ് നന്ദു അവിടെ നിന്നും പോയി. നമ്മുടെ പിള്ളേർ പരസ്പരം നോക്കിയൊന്ന് ചിരിച്ചു. ഇവൻ ഇത് എന്തു പറ്റി? അവനൊരു കേസിന്റെ ടെൻഷനിലാണ്, വേറെ ഒന്നുമില്ല. ശരി, കുറച്ച് നാളായിട്ട് ഇവിടെ എല്ലാത്തിനും കുറച്ച് ടെൻഷൻ കൂടുതലാണ്. അതിലൊരാക്കലില്ലേ? വേദ രഹസ്യമായി ശ്രീയോട് ചോദിച്ചു.
സംശയിക്കേണ്ട, ആക്കിയതാ. എല്ലാവരും കഴിച്ചെണീറ്റു. പിള്ളേരെല്ലാം മിച്ചുന്റെ മുറിയിലേക്കാണ് പോയത്.